ഹലോ, വെൽക്കം ബാക്ക് ടു യത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ, നമുക്കിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു മീൻകറി തയ്യാറാക്കി നോക്കിയാലോ? വെറും 10 മിനിറ്റ് മതിയെന്നേ. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് ഗസ്റ്റൊക്കെ വീട്ടിൽ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി രുചിയായിട്ട് നമുക്ക് ചെയ്തു നോക്കാനും പറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങൾ മാത്രം മതിയാവും. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ അതാ നമ്മളിവിടെ മീൻ എടുത്തിരിക്കുന്നത് ബാസ ഫിഷ് എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ബോൺലെസ് ആയിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കി വഴിയെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പച്ചമുളക് ഉണ്ട് കേട്ടോ. പച്ചമുളകൊക്കെ വേണമെങ്കിൽ ഇത്തിരിയൊക്കെ കൂടുതലെടുക്കാം. അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്, എരിവിനനുസരിച്ച് കേട്ടോ. അപ്പോൾ ഇതാ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടേ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇത്തിരി കൂടുതൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് വരണ്ടേ. അതുകൊണ്ട് തന്നെ ഇത്ര ഒഴിച്ചില്ലെങ്കിലും സാരമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഈ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കൊച്ചുള്ളിയെയും പച്ചമുളകിനെയും കൂടെ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ എണ്ണയൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇനി നമുക്ക് ഉള്ളി വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നാവും കേട്ടോ. അതേ സവോളയാണെങ്കിലും നമ്മൾ വഴറ്റാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അതവിടെ കിടന്നുകൊണ്ട് ഒന്ന് റെഡിയായി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മെയിൻ ആളാണ് നമ്മുടെ കറിവേപ്പില കേട്ടോ. അപ്പോൾ ഈ ഒരു ബൗൾ നിറച്ച് കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ടേ. ഇനിയിപ്പോൾ നമുക്കൊരു സ്വല്പം വെള്ളം കൂടെ കൂട്ടി ഒഴിച്ച് നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. ഇതിൽ എളുപ്പമായിരിക്കും. കല്ലുള്ളവരൊക്കെ കല്ലിൽ വെച്ച് അരച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കിട്ടും. ഇതിപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാൻ പോയതുകൊണ്ട് തന്നെ സ്വല്പം വെള്ളം കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. കൂടിപ്പോയി, സംശയമല്ല. അപ്പോൾ അതാ ഞാനൊരു ബൗളിലേക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടേ. ഇനിയിപ്പം നമ്മുടെ വഴറ്റാനായിട്ടിട്ടിരുന്ന ഉള്ളിയും പച്ചമുളകും ഒക്കെ കൂടെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഏകദേശമൊക്കെ ഒന്ന് വഴന്നൊക്കെ വന്നിട്ടുണ്ടേ. പിന്നെ പോയിട്ട് നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ചിടുകയോ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കൊച്ചുള്ളി ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കറിവേപ്പിലയുടെ പേസ്റ്റാണ് വേണ്ടത്. പക്ഷെ ഞാനിത് പേസ്റ്റ് പരുവത്തിലാക്കിയല്ല, ഇത്തിരി വെള്ളം കൂടി പോയോണ്ട് തന്നെ ഇച്ചിരി ഒരു കുഞ്ഞു പണിയാണ്. എന്നാന്ന് വെച്ചാൽ അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അതെന്ന് വെച്ചാൽ ആ ഫ്ലെയിം ഒന്ന് ഇത്തിരി കൂട്ടിയിട്ടാൽ അതെന്തായാലും എന്താ പറയുക അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കിട്ടുമല്ലോ. അപ്പോൾ അത് ഇരുന്ന് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. അപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കിക്കൊണ്ടാൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയുടെ പാലാണ്. പക്ഷേ തേങ്ങയുടെ കുറവുള്ളത് കൊണ്ട് തന്നെ ഞാനിവിടെ സാധാരണ ചുരണ്ടി എടുത്തിരിക്കുന്ന തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. പക്ഷേ തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതൊരു വേറെയാണ് കേട്ടോ. എന്തായാലും പച്ചത്തേങ്ങ അരച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മളന്നേരം ഒരു തേങ്ങാപ്പാൽ അത് നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ പോയിട്ട് തേങ്ങാപ്പാലാണ് എടുക്കുന്നതുണ്ടെങ്കിൽ നമുക്കൊരു 10-15 ടേബിൾ സ്പൂണൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അത് മീനനുസരിച്ചാണ്. ഞാനിപ്പോൾ ഒരുപാട് മീൻ എടുത്തിട്ടില്ല എന്തായാലും കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു കറിവേപ്പിലയുടെ എല്ലാം കൂടെ ഒരു മിക്സ് ഏകദേശമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അത് സൈഡിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് അതിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുത്തോളുക കേട്ടോ. നോക്കിയേ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയും കൂടെ അതിൻ്റെ അകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തോളുക കേട്ടോ. അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ വെള്ളം എന്തായാലും ആ തേങ്ങ അരച്ച് വരുമ്പോൾ അതിൻ്റെ അരികിലൊക്കെ ആയിട്ട് പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഇത്തിരി വെള്ളത്തിലോട്ട് ഒന്ന് കലക്കി അതെല്ലാം കൂടെ അതിൻ്റെ അകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇപ്പോഴത്തെ കാലത്തൊക്കെ തേങ്ങാപ്പാലൊക്കെ ഇഷ്ടംപോലെ മാർക്കറ്റുകളിൽ കിട്ടാനുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാഞ്ഞ കാരണം ഞാനതങ്ങനെ വാങ്ങിച്ച് വെക്കാറുമില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തത്. അപ്പോൾ ഇനി നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ അതും കൂടെ നമുക്കിതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതെ, നമുക്ക് കരിമീൻ വേണമെങ്കിലും ഇതിനകത്ത് ഉപയോഗിക്കാം. പിന്നെ നെയ്മീൻ അതൊക്കെ ആയിരിക്കും ഇതിന് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം ടേസ്റ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലുള്ളത്. സാധാരണ അയല മത്തി പോലുള്ള മീനുകളൊന്നും അത്രയും അങ്ങോട്ട് ടേസ്റ്റ് വരണം എന്നില്ല കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു ടൈപ്പ് മീൻ ബാസ ഫിഷ് ഇതിപ്പോൾ ബംഗാളിലൊക്കെ കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങിയതാണ് കേട്ടോ. ഒരിക്കലും ഇതുപോലത്തെ മീൻ മേടിച്ചപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ തോന്നി എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ചെയ്ത് കാണിച്ചത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിതെല്ലാം കൂടി ഇന്നിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മീനെല്ലാം അതിൻ്റെ അകത്തൊന്ന് മുങ്ങിക്കിടന്നോട്ടെ കേട്ടോ. അപ്പോൾ ചെറിയൊരു തിളവ് പോലെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് കുറച്ച് നേരത്തെ തന്നെ ഒന്ന് അടച്ചു വെക്കണം. ഒരു 5-6 മിനിറ്റൊക്കെ നമുക്കൊന്ന് അടച്ചു വെച്ചാൽ മതിയാവും. ചിലപ്പോൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇച്ചിരി വെള്ളം കൂടി പോയതുകൊണ്ട് തന്നെ അതൊന്ന് തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ തേങ്ങാപ്പാലല്ലേ, തേങ്ങ അരച്ച് ചേർത്തിരിക്കുന്ന ആയതുകൊണ്ട് കേട്ടോ.
അങ്ങനെ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഇത്തിരി കൂട്ടിയായിരുന്നു ഇട്ടിരുന്നത്, ആ വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ താത്തി ഇട്ടു, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ നന്നായിട്ടല്ലേ കരിഞ്ഞു പിടിക്കും. ഇനിയിപ്പം നമ്മൾ ഒരുപാട് അങ്ങ് വറ്റിച്ചെടുക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാക്കി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. പിന്നെ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഇത്തിരി കൂടി എരിവ് ചേർക്കാമെന്ന് ഓർത്തുപോയി. പക്ഷെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കേണ്ടതായതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് എരിവങ്ങ് ചേർത്തില്ല. കുറച്ച് എരിവുള്ളത് നല്ലതായിരിക്കും, കാരണം തേങ്ങാപ്പാലായതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ അതാ നോക്കിയേ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചപ്പാത്തിക്കോ എന്തിനു വേണമെങ്കിലും സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാം. മീൻ തന്നെ ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് തക്കാളിയും കൂടെ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം, പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും കാണുന്നിടം വരെ ടാറ്റാ.